അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് എടുക്കാനുള്ള പാഠം അൽ ഉസ്റത്തു ബൈനൽ മാദി വൽ ഹാദിർ. മാദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം അല്ലേ, വൽ ഹാദിർ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്. കഴിഞ്ഞ കാലത്തെയും നിലവിലുള്ള മോഡേൺ ടൈമിലെയും കുടുംബങ്ങൾ എങ്ങനെയാണ്, അതാണ് വിശദീകരിക്കുന്നത്. അൽ ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം. യഖ്തലിഫു നിളാമുൽ ഉസ്രത്തി, യഖ്തലിഫു വ്യത്യസ്തമാകുന്നു, നിളാമുൽ ഉസ്രത്തി അൽ ആൻ ഇപ്പോഴത്തെ മോഡേൺ കാലത്തെ കുടുംബത്തിൻ്റെ സിസ്റ്റം, കുടുംബങ്ങളുടെ ഘടന വ്യത്യസ്തമാകുന്നു. അൻ നിളാമിൽ ഉസ്രത്തി ഫിൽ മാദി കഴിഞ്ഞ കാലത്തെ കുടുംബങ്ങളുടെ സിസ്റ്റത്തെ തൊട്ട് വ്യത്യസ്തമാകുന്നു. വലി ഹാദൽ ഇഖ്തിലാഫി ഇങ്ങനത്തെ ഈ മാറ്റങ്ങൾക്ക് ഉണ്ട് സുവറുൻ കസീറത്തുൻ ധാരാളം രൂപങ്ങളുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് ഇഖ്തിഫാ ഉൽ ഉസ്രത്തിൽ കബീറത്തി. ഇഖ്തിഫാ എന്ന് പറഞ്ഞാൽ മറയുക, ഇല്ലാതിരിക്കുക എന്ന് പറയില്ലേ. ഇഖ്തിഫാ ഉൽ ഉസ്രത്തിൽ കബീറത്തി വലിയ കുടുംബങ്ങൾ ഇല്ലാതിരിക്കുക. ഫി കസീരിൻ മിനൽ മുജ്തമിയാത്തി, മുജ്തമിയാത്ത് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, സമുദായം. അപ്പോൾ സമൂഹത്തിൽ വലിയ കുടുംബങ്ങൾ ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വീട്ടിലായിരിക്കും എല്ലാവരും കൂടി, വല്യപ്പയും വല്യമ്മയും എളാപ്പാരും ഓലമക്കളും പേരമക്കളും ഉപ്പയും നമ്മളെ ഉപ്പയും മക്കളൊക്കെ ഒറ്റ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു കുടുംബം എന്തായിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട് ഈ മോഡേൺ ടൈമിൽ അല്ലേ. ഇപ്പോൾ എല്ലാവരും സ്വന്തം പേരെടുത്ത് പോലെ. അതാണ് പറയുന്നത്. കാനത്തിൽ ഉസ്രത്തുൽ കബീറത്തു വലിയ വലിയ കുടുംബങ്ങളായിരുന്നു. തസ്കുനു ഫി ബൈത്തിൻ വാഹിദിൻ ഒറ്റ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. തസ്കുൻ എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നത്. ഫി ബൈത്തിൻ വാഹിദിൻ കബീരിൻ വലിയ ഒറ്റ വീട്ടിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. യളുമ്മു ഒരുമിച്ച് കൂട്ടും, ജമിയ അഫ്രാദിഹ ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ വീട്ടിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. പക്ഷേ ഇഖ്തഫത്തുൽ ഉസ്രത്തുൽ കബീറത്തു അങ്ങനത്തെ വലിയ കുടുംബങ്ങൾ ഇല്ലാതായിട്ടുണ്ട്, മറഞ്ഞു പോയിട്ടുണ്ട്. ലഹറത്ത് പിന്നെ പ്രകടമായിട്ടുണ്ട്, വെളിവായിട്ടുണ്ട്. അൽ ഉസ്രത്തുൽ കബീറത്തു അൽ ഉസ്രത്തു സ്വഗീറത്തു ചെറിയ ചെറിയ കുടുംബങ്ങൾ. എങ്ങനത്തെ കുടുംബമാണ്? ചെറിയ കുടുംബമാണ്. അല്ലത്തി എങ്ങനത്തെ ചെറിയ കുടുംബമാണ്? തുതും അതൊരുമിച്ച് കൂട്ടും. അസൗജ ഭർത്താവിനെ, അസൗജത്തെ ഭാര്യയെ, വൽ വലത മക്കൾ, അവൽ വലതേനി അല്ലെങ്കിൽ രണ്ട് മക്കൾ. അപ്പോൾ ഇപ്പോഴത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, ഒരു മകനോ അല്ലെങ്കിൽ രണ്ട് മക്കളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. വേറെ ആരും ഉണ്ടാകില്ല, എളാപ്പാരോ അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ വലിയ കുടുംബങ്ങളെല്ലാം പോയി ചെറിയ കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഇനി അടുത്ത മിൻ സുവറിൽ ഇഖ്തിലാഫി മാറ്റത്തിൻ്റെ മറ്റൊരു രൂപങ്ങളിൽപ്പെട്ടതാണ്, മാറ്റത്തിൻ്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് ലോഫുൽ അലാഖത്തി. ലോഫ് എന്ന് പറഞ്ഞാൽ ബലഹീനമാകുക, അൽ അലാഖത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ. ലോഫുൽ അലാഖത്തി ബന്ധങ്ങൾ ബലഹീനമാകുക. ബൈന അഫ്രാദുൽ ഉസ്രത്തി കുടുംബത്തിലെ അഫ്രാദ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ, കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കിടയിൽ എന്താവുക, ബന്ധം വഷളാവുക എന്നൊക്കെ പറയില്ലേ. അതാണ് ലോഫുൽ അലാഖത്ത് ബന്ധം ബലഹീനമാവുക. ബൈന അഫ്രാദുൽ ഉസ്രത്തി കുടുംബക്കാർക്കിടയിൽ. ഫഖദ് അസ്ബഹൽ ആബാവ് ഉപ്പമാരായിട്ടുണ്ട്. യഖുലൂന അവർ ചിലവഴിക്കുന്നു. മുഅ്ളമൽ വക്തി അവരുടെ അധിക സമയവും ഭൂരിഭാഗ സമയവും ചിലവഴിക്കുന്നു. ഫി അമാക്കിനിൽ അമലി ജോലി സ്ഥലങ്ങളിൽ. വലായറൂന അവർ കാണുന്നില്ല. അത്ഫാലുഹും അവരുടെ മക്കളെ ഇല്ല ഖലീലൻ വളരെ കുറച്ച് സമയമല്ലാതെ, കുറച്ച് സമയം മാത്രമേ അവർ മക്കളെ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ കൂടെയാണോ ജോലി സ്ഥലത്താണ്. അന്നഹും കാരണം ആ ഉപ്പമാർ യഖ്റുജൂന അവർ പുറപ്പെടുന്നു. ഫി സ്വബാഹി പ്രഭാതത്തിൽ പണിക്ക് വേണ്ടി പുറപ്പെടുന്നു. യത്രുഖൂനഹും അവർ മക്കളെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മക്കളെന്തായിരിക്കും, നാഇമീൻ ഉറങ്ങുന്നവരായിട്ട് ഉപേക്ഷിക്കുന്നു. അതായത് ആ സമയത്ത് മക്കൾ ഉറങ്ങുകയായിരിക്കും, ആ സമയത്തായിരിക്കും ഉപ്പമാർ പോവുക. വയർജൂൻ അവർ മടങ്ങി വരുന്നു. ഫില്ലേലി രാത്രി എന്താകുന്നു, ഉപ്പമാർ മടങ്ങി വരുന്നു. പക്ഷേ വൈദൂനഹും പക്ഷേ ഉപ്പമാർ ആ മക്കളെ എത്തിക്കുന്നു നാഇമീൻ ഉറങ്ങുന്നവരായിട്ട്. ഇപ്പോൾ രാവിലെ പോകുമ്പോഴും സുബൈക്ക് നേരത്തെ പോകും ഉപ്പമാർ, അപ്പോഴും ഉറങ്ങിക്കാരം. രാത്രി വൈകിയാണ് എത്തുക, അപ്പോഴും മക്കൾ എന്തെയ്ക്കാരം ഉറങ്ങുകയായിരിക്കും. അപ്പോൾ മക്കളെന്താകുന്നില്ല, കാണുന്നില്ല. ഒമിൻ നാഹിയത്തിൻ ഉഖ്റാൻ ഇനി മറ്റൊരു ഭാഗത്തുകൂടെ നോക്കുകയാണെങ്കിൽ, നാഹിയത്ത് എന്ന ഭാഗം, ഉഖ്റ മറ്റൊരു ഭാഗത്തിലൂടെ നോക്കുകയാണെങ്കിൽ, യാദിറുൽ ഔലാദു മക്കൾ എന്താകുന്നു, വിടുന്നു, ഒഴിവാക്കുന്നു. അതിൽ എന്നാൽ വീട് അറിയില്ല, പെരിന്നൊക്കെ പോകില്ല, അങ്ങനത്തെ അറിയില്ല. യാദിറു മക്കൾ പോകുന്നു, മക്കൾ ഉപേക്ഷിക്കുന്നു. അല്ല അൽ ബൈത്ത വീടിനെ. ഫി സ്വബാഹി പ്രഭാതത്തിൽ. ഇല്ലൽ മദ്രസത്തിൽ എവിടുക്കാണ് പോകുന്നത്, മദ്രസയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മക്കൾ പോകുന്നു അൽ ബൈത്ത വീട്ടിൽ നിന്നും ഫി സ്വബാഹി പ്രഭാതത്തിൽ മദ്രസയിലേക്ക് പോകുന്നു.
വേർജൂൻ അവർ മടങ്ങുന്നു ഫിൽ മസായി വൈകുന്നേരം. ഫതബക്കൽ ഉമ്മു അപ്പോൾ ഉമ്മ എന്താകുന്നു ബാക്കിയാകുന്നു ഫിൽ ബൈത്തി വീട്ടിൽ. വഹദഹ ഉമ്മ ഒറ്റയ്ക്ക് എന്താകുന്നു വീട്ടിൽ ബാക്കിയാകുന്നു. മൂലമിൽ വക്തി അധിക സമയം. ഇപ്പോൾ ഉപ്പാൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉപ്പ രാവിലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉറങ്ങിക്കാരം, വൈകുന്നേരം രാത്രി വൈകി തിരിച്ചെത്തുമ്പോൾ നമ്മൾ ഉറങ്ങിക്കാരം. ഉമ്മാൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ മദ്രസക്ക് പോയാൽ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എത്തുന്ന വരെ ഉമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും നല്ലപോലെ എന്തില്ല സംസാരിക്കാനുള്ള ടൈമില്ല, മക്കളെ കാണാനുള്ള ടൈമില്ല. മിൻ സുവരിൽ ഇഖ്തിലാഫി മാറ്റത്തിൻ്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് അയാൾ വീണ്ടും എന്ത് ഖുറൂജ് ബാദി നിസായി ചില സ്ത്രീകൾ പോകുക മിനൽ ബൈത്തി വീട്ടിൽ നിന്നും എൽ അമലി ജോലിക്ക്. അപ്പോൾ എന്താവുക ഉമ്മമാരും ജോലിക്ക് പോവുക. കാനത്തിൽ മർഅത ഫിൽ മാലി കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീകളായിരുന്നു ലാ തഖ്റുജു മിൻ ബൈത്തിഹ അവൾ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോവുകയില്ല ഇല്ല ഇന്ത ദുർറത്തി അത്യാവശ്യ ടൈമിലല്ലാതെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ അല്ലേ, എല്ലാവരും പെണ്ണുങ്ങളൊക്കെ എന്താണ് ജോലിക്ക് പോവാണ്. അമ്മൽ യോമ അപ്പോൾ ഈ കാലത്ത് ഫഖദ് തുആദിറു സൗജതു ഭാര്യ എന്താകുന്നു ഒഴിവാക്കുന്നു വിടുന്നു ബൈത്ത തൻ്റെ വീട് സ്വഭാവി പ്രഭാതത്തിൽ തന്നെ എന്താകുന്നു വീട് വിട്ടു പോരുന്നു. വലാ തർജു ഇലൈഹി പിന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങുകയില്ല എല്ലാ ഫിൽ മസായി രാത്രിയോ വൈകുന്നേരമല്ലാതെ എന്താകുന്നില്ല അവൾ വീട്ടിലേക്ക് മടങ്ങുന്നില്ല. അപ്പോൾ എന്തമാ തെർജു അഥവാ അവൾ മടങ്ങി പോവുകയാണെങ്കിൽ തന്നെ എന്തമാ തെർജു അവൾ മടങ്ങുന്ന സമയത്ത് തെക്കൂൻ അവളായിരിക്കും മുത്താബത്തൻ വളരെ ക്ഷീണിതയായിരിക്കും. ഫല തെക്കൂമോ അപ്പോൾ അവൾ നിൽക്കുകയില്ല ബി അമലിൽ ബൈത്തി വീട്ടിലെ പണികൾ കൊണ്ട് അവൾ എന്താവില്ല പണികൾ ചെയ്യൂല. എന്തൊക്കെ പണികൾ പിന്നെ അലാഫത്തിൻ വീട് വൃത്തിയാക്കുക വയഅദാദിൽ ത്വാം ഭക്ഷണം തയ്യാറാക്കുക അങ്ങനത്തെ പണികൾ എന്താകൂല അവൾ ചെയ്യൂല. വലാ തജിദ് വക്തൻ അവൾ എത്തിക്കുകയുമില്ല വക്തൻ ഒരു സമയം എന്താകൂല എത്തിക്കുകയില്ല. ലി തജ്ലിസ മാ അത്ഫാലിഹ ലി തജ്ലിസ ഇരിക്കാൻ വേണ്ടിയിട്ട് മാ അത്ഫാലിഹ തൻ്റെ മക്കളോട് കൂടെ ഒന്ന് രസിച്ചിരിക്കാനുള്ള ടൈം എന്താകുന്നില്ല അവൾ എത്തിക്കുന്നില്ല. ഔ സൗജി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് കൂടെ ഇരിക്കാനുള്ള ടൈം എത്തിക്കുന്നില്ല. എന്തിനാ ഇരിക്കുന്നത് ലിൽ ഹദീസി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫി ഉമൂറിൽ ഔലാദി മക്കളുടെ കാര്യത്തിലും വൽ ബൈത്തി വീടിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ എന്തില്ല ടൈമും അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ കുടുംബങ്ങളുടെ അവസ്ഥ. അതാണ് പണ്ടത്തെ കുടുംബത്തിൻ്റെയും ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെയും എന്ത് അവസ്ഥകൾ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ എല്ലാവരും കൃത്യമായി അർത്ഥം വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.